നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. പ്രപഞ്ചശക്തി നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിലെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? 8 ഓഫ് കപ്പ്. ഓക്കെ, 6 ഓഫ് കോയിൻ ആണ് വന്നിരിക്കുന്നത് ഓവറോൾ എനർജി. അതുപോലെ തന്നെ കിങ് ഓഫ് കപ്പും. ഓക്കെ, ഇവിടെ സാമ്പത്തികപരമായിട്ടും റിലേഷൻ സംബന്ധമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 8, 12, 3, 13, 4, 14, 5, 6. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഈ നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ എല്ലാ സോഡിയക് സൈനും വന്നിട്ടുണ്ട്. എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ്, ഫയർ സൈൻ ഏരീസ് ലിയോ സജിറ്റേറിയസ്, എർത്ത് സൈൻ ടോറസ് വെർഗോ കാപ്രിക്കോൺ, വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ സ്പൈസീസ്, മിഥുനം തുലാം കുംഭം, മേടം ചിങ്ങം ധനു, ഇടവം കന്നി മകരം, കർക്കിടകം വൃശ്ചികം മീനം. ഓക്കെ, എല്ലാ സോഡിയക് സൈനും ഇവിടെ വന്നിട്ടുണ്ട്. 8 ഓഫ് കപ്പ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നെഗറ്റീവ് തോട്ടുകളിലൂടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ നെഗറ്റീവ് തോട്ടുകളിലൂടെ അവരുടെ സംസാര രീതികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമാകാം. ചില വ്യക്തികളുടെ ഇടപെടൽ കാരണം നിങ്ങൾക്കത് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, 8 ഓഫ് സോഡ് വന്നിരിക്കുന്നു, ക്യൂൻ ഓഫ് സോഡ്. ഓക്കെ, ഇവിടെ നിങ്ങളെ എതിർക്കുന്നതിന് മനഃപൂർവ്വമായിട്ട് ഒരു തേർഡ് പേഴ്സണെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊരു ഫീമെയിൽ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ക്യാരക്ടർ. മെയിൽ ആണെങ്കിൽ പോലും ഫീമെയിലിൻ്റെ സ്വഭാവ രീതികളുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് അവിടെ പറയുക, അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ കരഞ്ഞൊക്കെ ആൾക്കാരെ മുമ്പിൽ നിന്നും ചില കാര്യങ്ങൾ നേടിയെടുക്കുക. ചില പുരുഷന്മാർ കരഞ്ഞൊക്കെ നേടിയെടുത്ത് കളയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലുള്ള പുരുഷനാകാം, അല്ലെങ്കിൽ ഒരു പുരുഷനെ പോലെ തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ ആകാം. അവർ നിങ്ങൾക്കെതിരായിട്ട് കുറേ നെഗറ്റീവ് വാക്കുകളും അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ചില തന്ത്രങ്ങളുമായിട്ട് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു എനർജി. അതിനെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അത് ജോലി സ്ഥലത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം. ഇത് നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളിലേക്ക് ചില അധികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഓഫറുകൾ വരാൻ പോകുന്നു, ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി. അത് വളരെ സ്ലോ ആയിട്ടാണ് സംഭവിക്കുന്നത്. എങ്കിലും അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരും. പക്ഷെ നിങ്ങൾ അതിൽ അതീവ ദുഃഖമായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കത് ഇപ്പോൾ കിട്ടും, നാളെ കിട്ടും, അല്ലെങ്കിൽ ചില നിങ്ങളുടെ വ്യക്തികളിൽ നിന്നുമുള്ള ഒരു കോണ്ടാക്റ്റ് ഇന്ന് കിട്ടും, നാളെ കിട്ടും എന്നുള്ളൊരു കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത്. വളരെ സ്ലോ ആക്ഷനാണ്. എർത്തിൻ്റെ എനർജി ആയതുകൊണ്ട് വളരെ സ്ലോ ആക്ഷനായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് നിങ്ങളിൽ എത്തും. പക്ഷെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകൾ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഭയപ്പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അതിന് കിട്ടാതിരിക്കുമോ, അത് കിട്ടുമോ എന്നുള്ള ആശങ്ക ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് കോയിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഓക്കെ, സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ സാമ്പത്തിക സിറ്റുവേഷനെ നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്.
സാമ്പത്തിക സിറ്റുവേഷൻ അത് മുന്നോട്ട് എങ്ങനെ പോകും, നിങ്ങൾക്ക് പുതിയ വഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ആകുമോ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്യുന്നോ, സാമ്പത്തിക സഹായം അവരിൽ നിന്ന് കിട്ടുമോ. അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 6 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓവറോൾ എനർജി കാണുന്നത് 6 ഓഫ് കപ്പാണ്. കാരണം കൊടുക്കൽ വാങ്ങലുകളുമായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങളുടെ മെസ്സേജ് ആകാം, കോളാകാം, അതല്ലെങ്കിൽ സാമ്പത്തിക സിറ്റുവേഷൻ ആകാം, ജോലി ഓഫർ ആകാം. അപ്പം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ അനുഭവിക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പം അതിൽ നിങ്ങൾ വളരെ ദുഃഖിതരായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്പിൻ്റെ എനർജി ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ചില ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ ഇമോഷണൽ ബാലൻസ് തെറ്റിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും ചില പൈസയുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ ചൊല്ലി കൊടുക്കൽ വാങ്ങലുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ നിങ്ങളുടെ ഇടയിൽ ചില വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടായതായി കാണുന്നു. അത് ഭൂമി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തികപരമായിരിക്കാം, ജോലി സംബന്ധമായിരിക്കാം. ആ ഒരു കാര്യത്തിൽ ഇമോഷണലായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എനർജിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിലെന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലെന്ത് മാറ്റമാണ് വരുന്നത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. 8 ഓഫ് കപ്പിൽ എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിന് ലഭിക്കാൻ പോകുന്നത്? ഓക്കെ, സന്തോഷമാണ് വരാൻ പോകുന്നത്. എന്തൊക്കെയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്, ആരൊക്കെയാണോ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, ആ വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾ സന്തോഷിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് വളരെ അധികം ജലസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് നിന്ന് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നല്ല രീതിയിൽ നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടം കൂടി നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ വിജയാഘോഷം നടത്തുന്നതായിട്ടാണ് കാണുന്നത്. വേണമെങ്കിൽ അവരെ കൂടി വിളിച്ചോളൂ, ഒരു ഇല ചോറ് അവർക്കും കൂടി കൊടുത്തോളൂ, എന്നിട്ട് നല്ലോണം ഒന്ന് ചിരിക്കേണ്ടതായിട്ടുള്ളൊരു സന്ദർഭം നിങ്ങൾക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ചിരിക്കുന്നത് ആക്കി ചിരി വേണ്ട, നല്ല സ്മൈലായിട്ട് സന്തോഷം എന്നുള്ള രീതിയിലുള്ള ചിരിക്കും വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, കൊടുക്കുക. ഓക്കെ, നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. എൻ്റെ വ്യൂസിനെതിരായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളെ നേരിടുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ജഡ്ജ്മെൻ്റാണ് വരുന്നത്. മറ്റുള്ളവർ മുഴുവനും നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവം അതിൽ നിന്നെല്ലാം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് സംഭവിക്കുന്നതിനും, നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോകുന്ന റിലേഷൻ ആണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ ജോലി സംബന്ധവും സാമ്പത്തികപരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകണം, നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകണം, നിങ്ങളിതുപോലെ നെഗറ്റീവായി കരഞ്ഞ് തകർന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് പല വ്യക്തികളും നിൽക്കുന്നത്. പക്ഷേ അതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങൾക്കൊരു റീബർത്താണ് വരുന്നത്. ഓക്കെ, നശിച്ചുപോയി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ്. നിങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഒക്കെ അവരുണ്ടാക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്തൊക്കെ ഉണ്ടാക്കിയിരുന്നാലും ഇവിടെ ഒരു കാഹളനാദം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത കർമ്മയുടെ നല്ല പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ എത്ര തള്ളി താഴെയിട്ടിരുന്നാലും നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിൽ തന്നെ എത്തുമെന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിളാണ്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കുക. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ചില വാതിലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെ എത്തും. നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച് അതിൻ്റെ ബ്ലോക്ക് കൊണ്ടുവരാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഓവർ
തിങ്കിങ്ങിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഓവർ തിങ്കിങ് കാരണം നമുക്ക് ഒരുപാട് ബ്ലോക്കേജുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ ലൈഫിൽ വന്നിരിക്കുന്ന ആ ബ്ലെസ്സിങ്ങിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ, നിങ്ങളുടെ സോളിനെ തന്നെ നിങ്ങൾ ഹാപ്പിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ് അനുഭവിക്കാൻ സാധിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് കോയിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് കോയിൻ്റെ എനർജി നിങ്ങൾക്ക് കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ബിസിനസ് പരമായിട്ട് നല്ലൊരു ഉയർച്ച തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ നേതൃസ്ഥാനം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ സഹായിക്കുമോ, ചില വ്യക്തികളടുത്ത് ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടുമോ, അത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രപഞ്ചം ഒരുക്കും. ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ആർക്കും തകർത്ത് കളയുവാൻ സാധിക്കുകയില്ല. നമ്മളെ തകർക്കുന്നതിനും നമ്മുടെ നാശം കാണുന്നതിനും നമ്മുടെ വിജയത്തെ തടുത്ത് വയ്ക്കുന്നതിനും ഒക്കെ ആൾക്കാർ പല പദ്ധതികളും ഒക്കെ ഒരുക്കും. പക്ഷേ എത്ര പദ്ധതികൾ ഒരുക്കിയിരുന്നാലും ശരി തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ദൈവം നമുക്ക് മുമ്പിലായിട്ട് ഒരു ദൂതനെ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ തടസ്സങ്ങളെല്ലാം നീക്കി മുന്നോട്ട് പോകുവാൻ അത് സഹായകമാകും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു ദൂതൻ ഇറങ്ങി വരും. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിന് മുന്നിൽ ഒരു ദൂതൻ സഞ്ചരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയ്ക്കുള്ള സാധ്യത ഇവിടെ യൂണിവേഴ്സ് ഒരുക്കി വയ്ക്കുന്നുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 6 ഓഫ് കോയിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ വരുന്നത് നിങ്ങൾ നീതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നമ്മൾ എന്താണോ കൊടുത്തത് അത് നമ്മളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അത് പലിശ സഹിതമാണ് വരുന്നത്, അത് മറക്കരുത്. നമ്മൾ അങ്ങോട്ട് കൊടുത്തത് എന്താണോ അത് നമുക്ക് പലിശ സഹിതം വരും. നമ്മൾ നല്ലതാണ് കൊടുത്തതെങ്കിൽ നല്ലത് നമുക്ക് വളരെ അനുകൂലമായിട്ട് തന്നെ നമുക്ക് വരും. നമുക്ക് നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് വീണ്ടും കിങ് ഓഫ് കപ്പ് തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന എല്ലാ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് പരസ്പരം സ്നേഹിക്കുവാൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ദേഷ്യങ്ങളെല്ലാം അവസാനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് പ്രപഞ്ചശക്തി നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു മാറ്റം വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രപഞ്ചശക്തിയിൽ നിന്നുമുള്ള മെസ്സേജ് കൂടി എടുക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, വിജയമാണ് നിങ്ങളിലേക്ക് കടന്നു വരും. വിജയമാണ്. നമ്മൾ കുറച്ച് സ്ട്രഗിൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ലഭിക്കുകയുള്ളൂ അല്ലേ? ഒരു ഓട്ടക്കാരനെ നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നാൽ തന്നെയും ആ വ്യക്തി രാവും പകലും എല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അല്ലേ? നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഓവർ വെയിറ്റ് എല്ലാം കളഞ്ഞ് അതുപോലെ തന്നെ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ആ ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഡെയിലി ആ വ്യക്തി അങ്ങനെ ഓടി ഓടി പ്രാക്ടീസ് ചെയ്ത് ശരീരത്തിൽ വേദന, കാലുവേദന, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഇതുപോലെ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ ഓടുക. നിങ്ങൾ എഫേർട്ട് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഓടുക. വിജയം നിങ്ങൾക്കുള്ളത് തന്നെയാണ്, അത് നിങ്ങൾ നേടിയെടുക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഓടുക. ഓക്കെ, തോൽക്കും എന്നുള്ളൊരു ഭയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മത്സരത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അയ്യോ ഞാൻ തോറ്റുപോകും, അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. മത്സരത്തിൽ പങ്കെടുക്കാത്ത ആരും തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ലൈഫിൽ ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ തയ്യാറാകണം. ദൈവമേ, ഞാൻ പരീക്ഷണത്തിനും പരീക്ഷയ്ക്കും തയ്യാറാണ്. എന്നെ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ എന്നെ കടത്തിവിടൂ, അതിലെനിക്ക് വിജയിക്കണം.
അതിൽ വിജയിക്കാനുള്ള ആത്മബലം നീ എനിക്ക് തരിക. ഓക്കെ, അതിൽ വിജയിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എനിക്കൊന്നും വേണ്ട, എനിക്ക് പരീക്ഷയൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഇരുന്നോട്ടെ, ഈ ഒരു കംഫർട്ട് സോണിൽ തന്നെ എനിക്ക് ഇരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു മാറ്റവും ലൈഫിൽ ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ലൈഫിലൊരു ചേഞ്ച് വേണം. അതിന് എന്നെ ചില പരീക്ഷകളിലേക്കും പരീക്ഷണങ്ങളിലേക്കും കടത്തി വിടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പോയാലും ഇല്ലെങ്കിലും യൂണിവേഴ്സ് തന്നെ നമ്മൾ ആ ഒരു പരീക്ഷയിലൂടെ കടത്തി വിടും. കാരണം തോറ്റ് എത്രയെന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ ഇരുത്തിയേക്കും ഇല്ലേ, നമ്മളെ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷ എഴുതിയേ മതിയാകുള്ളൂ. അത് തന്നെയാണ് യൂണിവേഴ്സും ഇവിടെ ചെയ്യുന്നത്. അപ്പം പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറാകുക. പഠിത്തം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനെയാണ്. അതിൽ മനക്കരുത്തോടുകൂടി ധൈര്യത്തോടുകൂടി നേരിടുക. ഓക്കെ, അപ്പം ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എടുത്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അതിൻ്റെ പരിഹാരങ്ങളും നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ജനറൽ റീഡിംഗ് ആകുമ്പോൾ ഓരോ വ്യക്തികളുടെയും എനർജി ഇതിൻ്റെ അകത്ത് വന്നു പോകും. അപ്പം നിങ്ങൾക്കുള്ളത് മാത്രം എടുക്കുക, ഇല്ലാത്തത് വിട്ടുകളയുക. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ ലളിതമായ രീതിയിൽ തന്നെ ടാരോ കാർഡ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.